ഇത് സംഭവിച്ചത് കറക്റ്റ് എന്താ വെച്ചാല് 5:30 മണിക്കാണ് നമ്മൾ പേഷ്യന്റിനെ കൊണ്ടുവിടെ വരുന്നത്. ഒരു ഓട്ടോ റിവേഴ്സ് വന്നിട്ട് കാലിന് തട്ടി 5:30 മണി കറക്റ്റ് ഞങ്ങൾ ഇവിടെ എത്തി. ആ ഓട്ടോ തന്നെ നമ്മൾ ഇവിടെ കൊണ്ടുവന്നത് പേഷ്യന്റിനെ കാഷ്വാലിറ്റി മുന്നിലെത്തി. കാഷ്വാലിറ്റിന്റെ ഉള്ളിലേക്ക് പേഷ്യന്റ് ചാടി കൊക്കി ചാടി തന്നെ ഉള്ളിലേക്ക് പോണേ. ആ പോണ സമയത്ത് കാലിന്റെ ഇവിടെ തൊടന്റെ വേദന ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടറെ ഉള്ളിലേക്ക് നമ്മൾ കൊണ്ടുപോയി. നമ്മൾ പുറത്താണ്. ഉള്ളിൽ കൊണ്ടുപോയ ശേഷം എക്സ്റേ എടുക്കണം, ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടോ എന്ന് സംശയം ഉണ്ട് നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞ് എക്സ്റേ എടുക്കുന്നത് എക്സ്റേ ഫിലിം ഇതാണ്. 9:30 മണിക്കാണ് ഒരു എക്സ്റേ എടുക്കുന്നത്. 9:30 മണിക്ക് എക്സ്റേ എടുക്കുന്ന എക്സ്റേ എടുത്താൽ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റൂല. പോർട്ടബിൾ എക്സ്റേ മെഷീൻ ഇങ്ങോട്ട് കൊണ്ടുവരും. ഇവിടെ എടുക്കാൻ ഞാൻ എക്സ്റേ എടുത്ത് 9:30 മണിക്ക് എക്സ്റേ എടുത്തപ്പോൾ പറഞ്ഞ് 2-3 ഫ്രാക്ചർ ഉണ്ട്, ഉള്ളിൽ പൊട്ടുണ്ടെന്ന് പറഞ്ഞ് ഒന്നും കൂടി നോക്കട്ടെ. അപ്പോഴൊക്കെ നമ്മൾ ഇവരോട് വന്നപ്പോൾ ഉള്ളു പറയുന്നുണ്ട് ഞങ്ങൾ എന്തെങ്കിലും സീരിയസ് ആണ് ഞങ്ങൾ ബേബിക്കോ മിംസിക്കോ കൊണ്ടുപോയിക്കോളാം. അപ്പോൾ നമ്മൾ ഒന്നും പറയില്ല, നോക്കട്ടെ എന്നാ പറയുന്നത്. അപ്പൊ ഇവിടുന്ന് സ്റ്റാഫ് വന്നത് ആകെ ഇന്ന് സൺഡേ ആയിട്ട് ആകെ ഒരു ഡോക്ടർ ഉള്ളൂ. ആ ഡോക്ടർ എല്ലാവരും നോക്കിയിട്ട് വേണം. അപ്പൊ ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം, ഞങ്ങൾക്ക് തന്നാ മതി. അപ്പൊ നോക്കട്ടെ പറഞ്ഞ് ഓല് ആ റൂമിലിട്ടിട്ട് നമ്മൾ പോയി നോക്കുമ്പോൾ ഓല് എല്ലാവരും ഫോണിൽ കളിച്ചു വെച്ചിട്ട് രോഗി നിന്ന് പേടിയാണ്. അപ്പൊ പൾസ് ഡൗൺ ആണ്, BP പ്രഷർ കുറവാന്നൊക്കെ പറഞ്ഞ്. എന്നാൽ നമ്മൾ അപ്പോഴും ഓലോട് പറയണ്ട് ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം പേഷ്യന്റിനെ, നമുക്ക് തന്നാ മതി. ഒരു വിവരം നമുക്ക് തന്നില്ല, നമ്മൾ ഉള്ളിൽ കയറാൻ അയക്കില്ല. 9:30 മണിക്ക് എക്സ്റേ എടുത്ത് 2-3 ഫ്രാക്ചർ ഉണ്ടെന്ന് പറഞ്ഞ് 9:45-10 പൾസ് ഇല്ല. നമ്മൾ ഓടി ചെന്ന് നോക്കുമ്പോൾ ഒരു CPR കൊടുക്കുക. അപ്പോൾ രോഗി മരിച്ചും ചെയ്ത്. ഇത് നമ്മോട് 5:30 മണിക്ക് ഇവിടെ എത്തിയിട്ട് രാത്രി 10 മണിക്ക് രോഗി മരിക്കണേ. 5:30 മണിക്ക് എത്തിയ രോഗിന്റെ ഒരു എക്സ്റേ എടുക്കാൻ അവർക്ക് ടൈം 9:30 മണിയായി. യഥാർത്ഥത്തില് കൃത്യമായ ഒരു ചികിത്സ കിട്ടാത്തത് കൊണ്ട് മരിച്ചു എന്നുള്ളതാണ്. ചികിത്സ കിട്ടാൻ ഇവർക്ക് കൊടുക്കാൻ കഴിയില്ല. കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ കിട്ടുന്ന ഹോസ്പിറ്റലിൽ നമ്മൾ കൊണ്ടാൻ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് വിട്ടുതന്നാ മതി. ഡോക്ടറോട് നമ്മൾ സംസാരിച്ച് CI സാറിന്റെ കൂടെ പോയി ഡോക്ടറോട് നമ്മൾ സംസാരിച്ചു. ഡോക്ടർ പക്ക റൗഡിസം. മൂപ്പരിപ്പോ സാറിന് വിളിച്ച് ചോദിച്ചേ, CI സാർ അവരോട് വിളിച്ച് ചോദിച്ചറിയാം. ഒരു ബാക്കിൽ നിന്ന് ആക്ഷൻ കാട്ടിയിട്ട് ഒരാളുടെ സംസാരിക്കുള്ളൂ, സംസാരിക്കാൻ തയ്യാറല്ല. നിങ്ങൾ അത് അങ്ങനെ പറഞ്ഞിട്ട് അവിടുന്ന് പിന്നെ സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾ തിരിച്ചു പോകാം. അതായത് പിന്നെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ചോദിച്ചാൽ നിങ്ങളോട് തട്ടിക്കയറും ചെയ്തു. തട്ടിക്കയറുതാ CI സാറിന് വിളിച്ചോക്കെ. CI സാർ നമ്മൾ കൊണ്ടുപോയത്. ആ സാറിന്റെ മുന്നേ വെച്ചിട്ട് എന്നാണ്ടല്ലോ സംഭവിച്ച ഇതാണെന്ന് മാന്യമായിട്ട് നമ്മോട് പറയാം. മൂപ്പര് പക്കാ റൗഡി സാറവാക്കി. നമ്മളിത് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ബോഡി മെഡിക്കൽ കോളേജിക്ക് പോസ്റ്റ്മോർട്ടത്തിൽ കൊണ്ടുപോകാണ്. പക്ഷെ നമ്മൾ ഇതിന്റെ വേക്കില് ഇത് നടപടി എടുക്കണവരെ ഞങ്ങൾ വേക്കിലുണ്ടാവും. ഇനി ഒരു രോഗികൾക്ക് അവസ്ഥ ഉണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. ചികിത്സ 100% രോഗികൾക്ക് ഈ ബുദ്ധിമുട്ടുണ്ടാവരുത്.